എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളെ ഞാൻ ഇന്നയോളം തൻഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരു പുതിയ പുസ്തക പഠനമാണ് നാം ഇന്ന് ആരംഭിക്കുന്നത്, കൊലോസ്യർ കേന്ദ്രം. ആ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് പ്രേ. സർവജ്ഞാനിയും സർവവ്യാപിയും പ്രപഞ്ചത്തിൻ്റെ നാഥനും നായകനും സൃഷ്ടാവുമായി മനുഷ്യരായി ഞങ്ങളുടെ ബുദ്ധികൾ കൊണ്ടും പ്രാപ്തികൾ കൊണ്ടും കഴിവുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒരിക്കലും എത്തിപ്പിടിക്കുവാൻ, എത്തിനോക്കുവാൻ, കാണുവാൻ, അറിയുവാൻ കഴിയുന്നതിനപ്പുറം സ്വർഗീയ പ്രഭാവത്തിൻ്റെ, സ്വർഗീയ തേജസ്സിൻ്റെ നിറവിൽ കെരൂബുകളാലും സറാഫുകളാലും മാലാഖമാരാലും ദൂതന്മാരാലും വന്ദിക്കപ്പെട്ടും സ്തുതിക്കും ബഹുമാനിക്കപ്പെട്ടും കഴിയുന്ന ഉന്നതങ്ങളിൽ അധിവസിക്കുന്ന ഏകസത്യദൈവമായ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ടവനായ പരമപരിശുദ്ധനായ സ്വർഗസ്ഥനായ ദൈവമേ, ഇപ്രകാരം ഈ സായാഹ്നത്തിൽ അങ്ങിനെ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ വിശുദ്ധ വചനം ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും ഇതൊക്കെ തന്നിരിക്കുന്ന ഈ സാവകാശത്തിനായിട്ട് നന്ദി. ഞങ്ങളെ തന്നെ അവികലം അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരം മാത്രമല്ല, മനസ്സും ചിന്തകളും വിചാരങ്ങളും ഹൃദയവും ആലോചനകളും ശ്രദ്ധയുമെല്ലാം അങ്ങയുടെ ശബ്ദത്തിന് കേന്ദ്രീകരിച്ച് ഞങ്ങളോട് അങ്ങ് എന്താണോ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങയുടെ നിത്യമായ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് നൽകുന്ന ശാസനകളും തർജ്ജനങ്ങളും പരിജ്ഞാനവും ഗുണീകരണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഞങ്ങളുടെ പരദേശ യാത്രയിൽ അങ്ങയോടൊപ്പമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം വചനപരിജ്ഞാനത്തിൽ ഞങ്ങൾ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പലയിടത്തിരുന്ന് ഞങ്ങളോടൊപ്പം ദൈവവചനം പഠിക്കുവാനും ചിന്തിക്കുവാനും കർത്താവേ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഞങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ വചനത്താൽ അങ്ങ് അവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് അങ്ങയുടെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ വചനം ഞങ്ങൾ ശരിയായ തരത്തിൽ കൈക്കൊള്ളുമ്പോൾ, സ്വീകരിക്കുമ്പോൾ, അതിനെ സ്നേഹിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് അത്രത്തോളം സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ കൊലോസ് ലേഖന പഠനത്തിന് ആരംഭിക്കുന്നു. ആമുഖങ്ങളായിട്ട് ഞങ്ങൾ അതിനെ അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും അത് ലളിതമായി തീരുവാനും, അത് പറയേണ്ടതുപോലെ പറയുവാനും, കേൾക്കേണ്ടതുപോലെ കേൾക്കുവാനും ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും അങ്ങനെ ഏൽപ്പിക്കുന്നു. കടന്നു വന്നവരും വരാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. മാനവും മഹത്വവും എന്നും അങ്ങേക്ക് മാത്രമുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അങ്ങയുടെ പുണ്യപുത്രൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ കൊലോസ് ലേഖനം പൗലോസ് അപ്പോസ്തലൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ പെട്ട ഒരു പുസ്തകമാണ്. അപ്പോൾ ക്ലാസസ് വിൽ ബി ഇൻ മലയാളം only. സോ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതിയ 4 ലേഖനങ്ങളുണ്ട്. ആ 4 ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് കൊലോസ്യർ ലേഖനം. ബാക്കി 3 ലേഖനങ്ങൾ, ഒന്ന് എഫേസ് ലേഖനം, ഫിലിപ്പി ലേഖനം, ഫിലമോന്റെ ലേഖനം. കൊലോസ് ലേഖനത്തിൻ്റെ തന്നെ 4-ാം അധ്യായത്തിൻ്റെ 3-ഉം 18-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് കാരാഗ്രഹത്തിലാണ് എന്നുള്ള തെളിവ് അവിടെ കാണാം. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും. അപ്പം ഞാൻ ബന്ധനത്തിലാണ് എന്ന് അപ്പോസ്തലൻ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതേ അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും പൗലോസ് എൻ്റെ സ്വന്തം കയ്യാലെ ബന്ധനം, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ. സോ അവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പൗലോസ് കാരാഗ്രഹത്തിലാണ്. അപ്പൊ ഈ കത്ത് എഴുതപ്പെട്ടത് കൊലോസിലുള്ള ദൈവമക്കൾക്ക് വേണ്ടിയാണ്. കൊലോസി എന്ന് പറയുന്ന പട്ടണം ഏകദേശം അടുത്ത് കിടക്കുന്ന 3 പട്ടണങ്ങളിൽ ഒന്നാണ്.
അതിൽ മറ്റൊരു പട്ടണം ഹിരപ്പോലീസ്, മറ്റൊരു പട്ടണം ലാവോദിക്ക. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിൽ വളരെ അടുത്ത് കിടക്കുന്ന 3 പട്ടണങ്ങളിൽ ഒന്നാണ് കൊലോസ്യ എന്ന പട്ടണം. ഏത് കോണിൽ നിന്ന് വീക്ഷിച്ചാലും ഏത് വശത്തു നിന്ന് നോക്കിയാലും നാം ജീവിക്കുന്ന കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമായൊരു ലേഖനമാണ് കൊലോസ് ലേഖനം. നാം ജീവിക്കുന്ന കാലഘട്ടത്തെ, നാം നേരിടുന്ന പ്രശ്നങ്ങളെ, നമ്മുടെ ജീവിതത്തെ തന്നെ വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു പുസ്തകമായി കൊലോസ് ലേഖനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പം നമ്മുടെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളും സംഘർഷങ്ങൾക്കും ഉള്ള ഉത്തരമായിട്ട് ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന കർത്താവ് യേശുവിനെയാണ്. നമ്മൾ ആദ്യത്തെ ചില ക്ലാസ്സുകൾ ആമുഖമായിരിക്കും, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും, പക്ഷേ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുവാൻ അത് വളരെ ആവശ്യമാണ്. എന്താണ് ഈ പുസ്തകത്തിലൂടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ ഒരു വ്യക്തിയെ തികഞ്ഞവനാക്കി നിർത്തുക. ഇപ്പൊ ഫിലിപ്പ് ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ ക്രിസ്തുവിലുള്ള സന്തോഷത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. കർത്താവ് യേശുവിൽ കടന്നു വന്ന ഓരോ വ്യക്തികൾക്കും ക്രിസ്തു നൽകിത്തരുന്ന ആത്മീക സന്തോഷം എങ്ങനെ പ്രാപിക്കണം, അതിനെ എടുത്തുകൊണ്ടു പോകാൻ വരുന്ന കള്ളന്മാരാരാണ്, ആ കള്ളന്മാരെ എങ്ങനെ പിടിച്ചു കെട്ടണം എന്നുള്ളതൊക്കെ ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ കൊലോസ് ലേഖനത്തിൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവാത്മാവ് പറയുന്നത്, പ്രത്യേകിച്ച് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. ഒരു വ്യക്തി, ക്രിസ്തുവിലേക്ക് വന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരുവാൻ ക്രിസ്തു പര്യാപ്തനാണ് എന്ന് കാണിച്ചിരുന്ന ലേഖനമാണ് കൊലോസ് ലേഖനം. അപ്പൊ നമ്മൾ കണ്ടു, നമ്മൾ ജീവിക്കുന്ന കാലത്തിലെ പ്രശ്നങ്ങളും സംഘർഷങ്ങൾക്കും ഉള്ള ഉത്തരമായി ഇവിടെ കർത്താവ് യേശുവിന്റെ ലേഖനം അവതരിപ്പിക്കുകയാണ്. ഏത് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഒരു ദിവസം നമ്മൾ ചിന്തിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ആരംഭിക്കാം, നമ്മൾ ശാസ്ത്ര ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകപ്രസിദ്ധരായിട്ടുള്ള മിക്ക ശാസ്ത്രജ്ഞന്മാരും കഴിഞ്ഞൊരു നൂറ്റാണ്ട് ഈ ലോകത്ത് ജീവിച്ചവരാണ്. ഇപ്പൊ ഒരു ശാസ്ത്ര ലോകത്തിലാണ് നാം വാസ്തവത്തിൽ നമ്മളിവിടെ ജീവിക്കുന്നത്. സാങ്കേതിക വിദ്യയിലും അസാധാരണമായ മുന്നേറ്റം കൈവരിച്ച കാലമാണ്. അത് മൈക്രോബയോളജി മുതൽ ആസ്ട്രോഫിസിക്സ് വരെ. അതായത് മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ കീടങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രം, അല്ലെങ്കിൽ ആഗോള ഭൗതിക ജ്യോതിശാസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ള ആസ്ട്രോഫിസിക്സ്, അതായത് ഭൂമിക്ക് മുകളിലുള്ള ലോകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, സൂക്ഷ്മ കീടാണുക്കളെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇങ്ങനെ ആയിരക്കണക്കിന് ശാസ്ത്ര വിവരങ്ങളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇടപെടുന്ന മനുഷ്യർക്ക് പോലും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. ഇപ്പൊ ഇത്ര വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രീയ ലോകത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ചോദിക്കുന്നത്, ദൈവം എപ്രകാരം ഈ പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പൊ ശാസ്ത്ര ലോകത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യര് അവര് പലപ്പോഴും പരിഹാസത്തോടും പുച്ഛത്തോടും അവർ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ശാസ്ത്രത്തിലൂടെ ഇത്രമാത്രം കണ്ടുപിടുത്തങ്ങൾ അനുദിനം നടക്കുന്ന ലോകത്തിൽ ദൈവം എങ്ങനെയാണ് ഈ ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഈ പുസ്തകത്തിൽ തന്നെയുണ്ട്. ദൈവം ഈ ലോകം തമ്മിലുള്ള ബന്ധം എന്താണ്? അതാണ് കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 15 മുതൽ വായിച്ചു കഴിഞ്ഞു, 15ന്റെ പകുതി ഭാഗം വായിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ദൈവമാണ് ഇത് സകലതും സൃഷ്ടിച്ചത്. കർത്താവ് യേശുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. എപ്രകാരമാണ് ദൈവം ലോകത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് ശാസ്ത്ര ലോകത്തിന് മറുപടിയില്ല. ഇപ്പൊ നമ്മൾ ആ വിധത്തിൽ ചിന്തിച്ച് തന്നെ കർത്താവ് യേശുവും ഭൂമിയിൽ നിന്നുള്ള ബന്ധത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. മറ്റൊരു ലോകം എന്ന് പറയുന്ന എക്യൂമിനിസം. നാം പണ്ട് ആമുഖത്തിലാണ്, അപ്പോൾ ചില കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട ആവശ്യമായി വരും. ഈ കാലഘട്ടം എക്യൂമിനിസം എന്ന് പറഞ്ഞാൽ സൈദ്ധാന്തികവും ആചാരപരവുമായ വ്യത്യാസങ്ങൾ കൈവെടിഞ്ഞ് ലോകത്തിലെങ്ങുമുള്ള എല്ലാ തരത്തിലുള്ള ക്രിസ്ത്യാനികളും ഒന്നായിത്തീരണമെന്നുള്ള വാദത്തെയാണ് എക്യൂമിനിസം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു വാദത്തിന്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മൾ കാണാൻ സാധിക്കുക, എത്ര വ്യത്യാസങ്ങൾ മതപരമായിട്ടുണ്ടായാലും എല്ലാവരും ഒന്നാകണം. അതിനിവിടെ കൊലോസ് ലേഖനത്തിൽ പറയുന്ന മറുപടി, കൊലോസ് ലേഖനം 1-ന്റെ 18 നമ്മൾ വായിക്കുമ്പോൾ, അപ്പൊ അത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഇപ്പൊ ഈ ലോകത്തുള്ള മനുഷ്യർ പറയുന്നത് പൊതുവായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐക്യതയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്നാകണം. അത് ഹിന്ദുക്കളാകട്ടെ, ഇസ്ലാം മതക്കാരാകട്ടെ, ജൈന മതക്കാരാകട്ടെ, സിഖ് മതക്കാരാകട്ടെ, ഏത് മതക്കാരാകട്ടെ, എല്ലാവരും ഒന്നായി തീരണം എന്ന ഒരു ചിന്താഗതിയുള്ള കാലമാണിത്, എക്യൂമിനിസം.
ക്രിസ്തീയ ലോകത്തിലെ വിഭജനങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒന്നാകണം. ലോകത്തിലെ മതങ്ങളെല്ലാം ഒന്നാകണം. ഇവിടെയാണ് ദൈവത്തിന്റെ വചനത്തിൽ കൊലോസ്യ ലേഖനത്തിൽ ഉത്തരം പറയുന്നത്. യഥാർത്ഥത്തിൽ ഒന്നാകണമെങ്കിൽ അവിടെ ഒരു തല വേണം, അവിടെ ഒരു ആധിപത്യം വേണം, ഒരു അധികാരം വേണം. ആ അധികാരത്തിന് കീഴിൽ മാത്രമേ ഒന്നാകാൻ പറ്റുകയുള്ളൂ. എങ്ങനെയാണ് ഒന്നാകുന്നത് എന്ന് 18 വാക്യം പറയും. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെയിൽ നിന്ന് ആദ്യം എഴുന്നേറ്റവനുമാണ്. ഇപ്പൊ കർത്താവ് യേശുവിന്റെ ശരീരമായ സഭയിൽ മാത്രമേ മനുഷ്യർക്ക് ഒന്നാകാൻ കഴിയൂ. അവിടെ ക്രിസ്തു എന്നൊരു തലയുണ്ട്, ക്രിസ്തു എന്ന അധികാരമുണ്ട്. ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിൽ ആ ഏകസത്യ സഭയിൽ മാത്രമേ, അതിലേക്ക് കടന്നു വന്നുകൊണ്ട് മാത്രമേ മനുഷ്യർക്കെല്ലാം ഒന്നാകാൻ കഴിയൂ എന്ന് ഈ പുസ്തകം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അധികാരത്തോട് മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ തരത്തിലും അധികാരത്തോട് മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലുള്ള മറുപടി നമുക്ക് ഈ പുസ്തകത്തിൽ തന്നെ കാണാനായിട്ട് കഴിയും. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നത്, അത് പറഞ്ഞിട്ട് വായിക്കാം. അപ്പൊ ഈ കാലഘട്ടത്തിലെ മറ്റൊരു സ്വഭാവമാണ് അധികാരത്തോട് മത്സരിക്കുന്ന ഒരു കാലഘട്ടം. പരമമായി ഇതെല്ലാം തള്ളിക്കളയുന്ന കാലഘട്ടം. പ്രത്യേകിച്ച് മതപരവും ആത്മീകവുമായിട്ടുള്ളതെല്ലാം സത്യങ്ങളും തള്ളിക്കളയുന്ന കാലഘട്ടം. സത്യം ആപേക്ഷികമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. മതപരമായി ലോകത്ത് നടക്കുന്ന എല്ലാ ആചാരങ്ങൾക്കും തുല്യ മൂല്യം കണക്കാക്കപ്പെടുന്ന കാലഘട്ടം. എല്ലാ മതങ്ങളുടെ ആചാരങ്ങൾക്കും തുല്യമായ മൂല്യമുണ്ട്. അതിനെ കളിയാക്കാൻ പറ്റില്ല. കോടതി പോലും ചിലപ്പോൾ നമ്മളെ ശാസിച്ചെന്ന് വരും. ഇവിടെ ഈ പുസ്തകം പഠിപ്പിക്കുന്ന ദൈവത്തിനൊരു മാർഗവും വഴിയുമുണ്ട് എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞാൽ ലോകത്തിലെ നിയമവ്യവസ്ഥ പറയും അത് അസഹിഷ്ണുത ഉണ്ടാക്കും, ടോളറൻസിനെ നശിപ്പിക്കും, അഖണ്ഡതയെ ബാധിക്കും എന്നൊക്കെ ലോകം ഒരുപക്ഷെ പറയും. പക്ഷേ ഇവിടെ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കൊലോസ്യ ലേഖനം 1-ന്റെ 15-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ പറയുന്നത്, അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വായിച്ചത്? കാരണം അനേകരുടെ കാഴ്ചപ്പാടിൽ ക്രിസ്തു മുഹമ്മദ് നബിയെ പോലെ, കൺഫ്യൂഷ്യസിനെ പോലെ, ബുദ്ധനെ പോലെ, അയ്യപ്പൻ സങ്കല്പങ്ങളായ അയ്യപ്പൻ, ശിവൻ, വിഷ്ണു തുടങ്ങിയ സങ്കല്പങ്ങളാകുന്ന ദേവന്മാരെ പോലെ ഒരു ദേവൻ മാത്രമാണ് യേശു. അപ്പൊ ആ തരത്തിൽ കർത്താവ് യേശുവിനെ കാണാൻ കഴിയാത്ത ലോകമാണിത്. എല്ലാത്തിന്റെ കൂടെ യേശുവിനെ ഒന്നാക്കി ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ വ്യക്തിത്വവും വിശേഷതയും ഈ ലേഖനത്തിൽ എടുത്തു കാണിക്കും. കൊലോസ്യ ലേഖനം അതാണ്. 1-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ ആരാണ് വാസ്തവത്തിൽ യേശു? അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനാണ്. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളവൻ എന്നർത്ഥം. ഇംഗ്ലീഷിൽ പ്രീ എമിനൻസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ കർത്താവ് യേശു പലരിൽ ഒന്നല്ല. മനുഷ്യൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പല ദേവന്മാരിലും ദേവതകളിലും ഒന്നല്ല യേശു. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ദൈവം അദർശനാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മുടെ ബുദ്ധികൾ കൊണ്ട്, മറ്റു പാഠവങ്ങൾ കൊണ്ട്, കഴിവുകൾ കൊണ്ട്, പ്രാപ്തികൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തവനാണ് അദർശനായ ദൈവം. തിമോഥെയോസിന്റെ പുസ്തകത്തിൽ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയും, അവൻ അദർശനാണ്, ഏകദൈവമാണ്. ആ അദർശനായ ദൈവത്തിന്റെ പ്രതിമ കാണാൻ കഴിയുന്ന രൂപമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തില് അവിടെ യോഹന്നാൻ ഇപ്രകാരം ദൈവാത്മാവിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ഇപ്പൊ കൊലോസ്യ ലേഖനത്തിലെ ഈ ആമുഖ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ 1:18 പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ മാനുഷിക ബുദ്ധികൾ കൊണ്ട് ദൈവത്തെ കാണുവാൻ കഴിയില്ല. ദൈവത്തിന്റെ വിശാലത, ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ പരിശുദ്ധി എന്നുള്ളത് നമ്മുടെ മാനുഷിക കഴിവുകൾക്കൊക്കെ അപ്പുറമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റൂ. മനുഷ്യന്റെ ഭൂതക്കണ്ണാടിയിലൂടെയോ മൈക്രോസ്കോപ്പിലൂടെയോ മറ്റ് ലെൻസുകളിലൂടെയോ മനുഷ്യന്റെ കഴിവ് കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ മലയാളം മൂടി കയറിയത് കൊണ്ടോ ദൈവത്തെ ഒരിക്കലും മനുഷ്യന് കാണാൻ പറ്റില്ല. ദൈവത്തെ മനുഷ്യൻ അറിയണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തി തരണം. ഇത് കൃത്യമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അവിടെ റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ റോമലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയും. റോമർ 1 അതിന്റെ 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇത് വ്യക്തമായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ സത്യത്തെ തടുത്തു നിർത്തും. എന്തിനാൽ? അനീതി കൊണ്ട്. ജീവിതം ശരിയല്ലാത്തത് കൊണ്ട് ദൈവം നൽകി തരുന്ന സന്ദേശങ്ങളെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ജീവിതത്തിന് മാറ്റം വരുത്തുവാനായിട്ട് ദൈവം തരുന്ന സന്ദേശങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകാതെ അതിനെ തടുത്തു നിർത്തും. അത് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ട് ഒന്നും നമുക്ക് സംഭവിക്കില്ല എന്നാണ്.
ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താത്തത് കൊണ്ട് ആ സത്യത്തെ നാം തടഞ്ഞു നിർത്തുമ്പോൾ ദൈവത്തിന്റെ കോപം അവിടെ നിന്ന് പ്രവഹിക്കും. പിന്നെ മനുഷ്യൻ അധമനായി മാറും. സാധാരണ മനുഷ്യരുടെ ചിന്ത വചനം വായിച്ചില്ല എന്നുകൊണ്ടോ, ബൈബിള് പഠിച്ചില്ല എന്നുള്ളത് കൊണ്ടോ, വചനം കേട്ട് അനുസരിച്ചില്ല എന്നുള്ളത് കൊണ്ടോ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അതല്ല സത്യം. അപ്പൊ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം, ഇംഗ്ലീഷിൽ റാത്ത് ഓഫ് ഗോഡ് എന്നാണ്. റാത്ത് എന്ന് പറഞ്ഞാൽ ക്രോധം എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. വേറൊരു വിഷയത്തിന് ഇത്രമാത്രം കോപിക്കുന്നില്ല. ഈ റോമലേഖനം 1 വ്യക്തമായി കാണാൻ സാധിക്കും. ദൈവം എന്തുകൊണ്ടാണ് കോപിക്കുന്നത്? ദൈവത്തെ അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവത്തെ വാസ്തവത്തിൽ ഒരു വ്യക്തിക്ക് അറിയാൻ കഴിയണമെങ്കിൽ, അതിന് വാസ്തവത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞ അതിനാവശ്യമുള്ളതെല്ലാം ഞാൻ നൽകി തന്നിട്ടുണ്ട്. നീ കണ്ണടച്ചിരുന്നിട്ട് റോസാപ്പൂവിനെ അല്ലെങ്കിൽ സൂര്യോദയത്തെ, സൂര്യാസ്തമയത്തെ അത് ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന നീ മൂഢനാണ്. ദൈവത്തെക്കുറിച്ച് അറിയാൻ ആവശ്യമായതുള്ളതെല്ലാം ദൈവം വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കോപം ഉണ്ടാകുന്നത്. നമ്മളെ മുഴുവൻ പഠിപ്പിച്ചിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വട്ടപൂജ്യം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അധ്യാപകന് കോപം വരും. കാരണം വ്യക്തമായി നീ അറിയേണ്ട, പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ട്യൂഷൻ എടുത്ത് നിന്നെ നന്നായി പഠിപ്പിച്ചതാണ്. നിനക്ക് കിട്ടിയത് വട്ടപൂജ്യം. അധ്യാപകൻ ശിക്ഷിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതുകൊണ്ട് അവിടെ പറയുന്നത് ദൈവം എന്താ വെളിപ്പെടുത്തിയത്? അവന്റെ നിത്യശക്തിയും ദിവ്യത്വവും. റോമലേഖനം 1:18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി ദൈവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ. കാണാൻ കഴിയാൻ ദൈവത്തെ ദൈവം കാണിച്ചു തരുന്നു. ദൈവം നിത്യനാണ്, ദൈവം ദൈവമാണ്. അതാണ് നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്കുന്നതിനുമായി വേണ്ടി. നമ്മുടെ വിഷയം കൊലോസ് ലേഖനമാണ്. ഈ വാക്യത്തിൽ വന്നതേ ഉള്ളൂ. അവർക്ക് പ്രതിവാദമില്ല. ഇതേ നീ വാ തുറക്കരുത്, നീ ന്യായം പറയരുത്. ദൈവത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കണ്ട വിഗ്രഹത്തിന് മുമ്പിൽ വീട് കിടന്നതിന് നീ ന്യായം പറയരുത്. നിനക്ക് പ്രതിവാദം, ഇംഗ്ലീഷിൽ വിത്തൗട്ട് എക്സ്ക്യൂസ്. ദൈവം എക്സ്ക്യൂസ് പറയാൻ മനുഷ്യനെ, നമ്മുടെ ജീവിതം മുഴുവൻ എക്സ്ക്യൂസാണ്. ദൈവം നമ്മളോട് എക്സ്ക്യൂസ് പറയാൻ ദൈവം അവസരം തരില്ല. നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്. ദൈവം ദൈവത്തെ വെളിപ്പെടുത്തി, ദൈവത്തിന്റെ സത്യം നമുക്ക് ദൈവം നൽകി തന്നു. ഞാനത് കേട്ടില്ല, അനുസരിച്ചില്ല എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല. ദൈവം മത്തായി പറയും, എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും കണ്ണു തുറന്ന് കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ജീവിതത്തിൽ ഹൃദയത്തെ ഗ്രഹിക്കുകയും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്നില്ല. ഇവിടെ പറയുന്നത്, റോമാലേഖനത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പറയുന്നത് നിങ്ങൾ നന്ദി കാണിക്കുകയോ ചെയ്യാതെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു. ഇവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി പോയി. എന്നിട്ട് ദൈവത്തെ അവരെ വെറും നാൽക്കാലി, ഇഴജാതി, പക്ഷി എന്നുള്ള രൂപസാദൃശ്യം. അവിടെ ചിന്താഗതികൾ മുഴുവൻ മാറും. എന്തുകൊണ്ടാണ്? ദൈവം ദൈവത്തെ വെളിപ്പെടുത്തി തന്നിട്ടും ദൈവത്തെ ജീവിതത്തിൽ, ഹൃദയത്തിൽ, മനസ്സിൽ ചിന്തിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഇവിടെ മൊത്തം ജീവിതം താറുമാറായി. മനുഷ്യൻ മൃഗത്തിന് തുല്യമായി. ദൈവമില്ലാത്ത മനുഷ്യൻ മൃഗസമാനമാണ്. അവന്റെ ശാരീരികമായ മോഹത്തിനും തൃപ്തിക്കും വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യനായി മാറും. അതുകൊണ്ടാണ് എന്നിട്ട് അതുകൊണ്ട് അവിടെ പറയുന്ന 24, 26, 28 വാക്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ ദൈവത്തിന്റെ റിയാക്ഷൻ എന്താണ്? ദൈവനെ കേൾക്കാൻ, ദൈവനെ അറിയാൻ, സത്യം അറിയാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ട് നാം ഇതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, അത് കേൾക്കാൻ ഹൃദയം തുറന്നു കൊടുക്കുക. നമ്മൾ ഒരുപക്ഷെ കസേരയിൽ ഇരിക്കുന്നുണ്ടാകും. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ഒരുപക്ഷെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ വചനങ്ങൾ കേൾക്കുന്നുണ്ടാകും. പക്ഷെ അതുകൊണ്ട് എന്താ പ്രയോജനം? കേൾക്കുന്ന വചനം ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ വന്നാൽ, ദൈവത്തെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ തയ്യാറാകാതെ വന്നാൽ, ദൈവത്തിന്റെ വചനത്തെ, ആ സത്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ വന്നാൽ 24 റിയാക്ഷൻ. അതുകൊണ്ട് ദൈവം വരെ തങ്ങളുടെ ഹൃദയങ്ങളെ, മോഹങ്ങളെയും സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ട നശത്തിലേക്ക്. ഇന്നത്തെ ലോകമാണിത്. ശരീരങ്ങൾ അപമാനിക്കപ്പെടുകയാണ്. സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കുക, അല്ലെങ്കിൽ അപമാനിക്കേണ്ടതിന് ദൈവം അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവ ന്യായവിധിയാണ്. രാത്രിയായി നമുക്ക് ലോകത്തിൽ മുഴുവൻ കാണാമത്. അതിന് 28, അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളെ ഏൽപ്പിച്ചവിടെ. സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമായി, പുരുഷനും സ്ത്രീയും, ഈ സ്ത്രീയും പുരുഷനും പട്ടിയും. ഈ തരത്തിൽ ലോകം അധംപതിച്ചതിന്റെ കാരണം ദൈവത്തിന്റെ ശിക്ഷയാണ്. അതിന്റെ 28-ാം വാക്യം കൃത്യമായി പറയും, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം.
ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിലേൽപ്പിച്ചു. ഇപ്പൊ കൊലോസ് ലേഖനത്തിന്റെ പശ്ചാത്തലത്തില് നമ്മൾ കണ്ടു കഴിഞ്ഞു, പലതരത്തിലുള്ള ചിന്താഗതികളുള്ള ലോകമാണ് അന്നുണ്ടായിരുന്നതും ഇന്നുണ്ടായിരുന്നതും. ഏകദേശം AD 60 കൊലോസ് ലേഖനം എഴുതുമ്പോൾ എന്ത് ലോകമാണോ അന്നുണ്ടായിരുന്നത്, ആ ലോകത്തോട് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ അതേപോലെയുള്ള ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവം സത്യമാണെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പലരിൽ ഒരാളായിട്ട് മാത്രം കർത്താവിനെ തരം താഴ്ത്ത ലോകത്തിന് നടുവിൽ ഇതാ ദൈവത്തിന്റെ ആത്മാവ് കൊലോസ് ലേഖനത്തിൽ പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. കൊലോസ് 1:15 അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതനാണ്. മാത്രമല്ല 2:9 ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നവനാണ്. നാം ചിന്തിച്ച കൊലോസ് ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം തീമെന്ന് പറയുന്നത് ക്രിസ്തുവിൽ വന്ന ഒരാളെ തികഞ്ഞവനാക്കി നിർത്തുക, ഒന്നിനും കുറവില്ലാത്തവനായി നിർത്തുക. ഈ ലേഖനം പഠിച്ചിട്ട് എനിക്ക് കുറവുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ ലേഖനം പഠിച്ചിട്ടില്ല എന്നർത്ഥം. ഫിലിപ്പ് ലേഖനം പഠിക്കുമ്പോൾ നാം പറഞ്ഞു, ക്രിസ്തുവിൽ വന്ന എനിക്ക് ഇപ്പോഴും നിരാശയും സങ്കടവും എല്ലാ തരത്തിലുള്ള പരാതികളുമാണെങ്കിൽ അതിന്റെ അർത്ഥം നീ ക്രിസ്തുവിലുള്ള സന്തോഷം അനുഭവിച്ചിട്ടില്ല. പുസ്തകം പഠിച്ചു, പക്ഷെ ക്രിസ്തുവിലുള്ള സന്തോഷം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്ന കൊലോസ് ലേഖനത്തില് നാം ക്രിസ്തുവിൽ തികഞ്ഞവരാകണം. ദൈവം മനുഷ്യജടത്തിൽ വന്നു എന്നതിനാൽ ക്രിസ്തുവിന്റെ വാക്കുകൾ ആധികാരികവും പരമമായതും പൂർണ്ണമായതുമാണ്. നാം ഇന്ന് ജീവിക്കുന്ന ലോകം ആദ്യമായിട്ട് നമ്മൾ കണ്ടു ശാസ്ത്ര ലോകത്തിലാണ്. അവരുടെ മുന്നിലുള്ള ചോദ്യം, ഈ ലോകത്ത് ദൈവത്തിന് എന്ത് കാര്യം? അതിന് കൊലോസ് ലേഖനം പറയുന്ന മറുപടി, സകലതും സൃഷ്ടിക്കപ്പെടുന്നത് അവൻ മുഖാന്തരം, അവനായിട്ട്, അവനിലൂടെ. ദൈവത്തിന് ഈ ലോകത്തിൽ കാര്യമില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് കാര്യമില്ലെങ്കിൽ വേറെ ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമില്ല. മനുഷ്യൻ ജീവിതത്തിൽ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ദൈവമുണ്ടോ എന്നുള്ളതാണ്. എന്റെ ജീവിതത്തിൽ ദൈവത്തെ ഞാൻ എവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ചോദിക്കേണ്ട ഏറ്റവും സുപ്രധാന ചോദ്യം അതാണ്. നൂറുമുട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെടുന്നുണ്ടാകാം, ആകുലപ്പെടുന്നുണ്ടാകാം, അസ്വസ്ഥരാകുന്നുണ്ടാകാം. ഒരു മനുഷ്യൻ ഏറ്റവും അധികം ചിന്തിക്കേണ്ടത് ദൈവത്തെയും അവന്റെ കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ ശാസ്ത്രലോകത്തിന് മറുപടി നമ്മൾ കണ്ടു. രണ്ടാമത് എക്യുമെനിസം. എല്ലാവരും ഒന്നാണ്, എല്ലാ മതങ്ങളും എല്ലാ ജാതികളും ഒന്നാണ് എന്ന രീതിയിൽ എല്ലാത്തിനും ഒന്നാക്കാനായിട്ട് ശ്രമം നടത്തുന്നു. അവിടെ ഈ ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തു എന്ന തലയ്ക്ക് കീഴിൽ വരാതെ ആരും ഒന്നാകില്ല. ക്രിസ്തു എന്ന തലയ്ക്ക് കീഴിൽ, ക്രിസ്തു എന്ന ആ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ ഐക്യത സാധ്യമാകുന്നത്. സത്യം ത്യജിച്ചുകൊണ്ട് ഐക്യതയില്ല, സത്യത്തെ വിറ്റിട്ട് ഐക്യതയില്ല. അത് വ്യക്തമായി പുസ്തകം പഠിപ്പിക്കും. മൂന്നാമത് നമ്മൾ കണ്ടത് അധികാരത്തോടെ മത്സരമാണ്. പിന്നെ നമ്മൾ നോക്കും, പ്രയോജന പ്രമാണവാദമാണ്, പ്രാഗ്മാറ്റിസം എന്ന് പറയും. എല്ലാ മനുഷ്യരും ചോദിക്കുന്നത് എനിക്കെന്ത് കിട്ടും. അത് മതസംബന്ധമായ വിഷയത്തെക്കുറിച്ചാണെങ്കിലും മത സംവിധാനത്തെക്കുറിച്ചാണെങ്കിലും തത്വചിന്തകളെ കുറിച്ചാണെങ്കിലും മനുഷ്യർ ചോദിക്കുന്നത് ഇത് സത്യമാണോ എന്നല്ല. ഇത് സത്യമാണോ എന്നല്ല, പകരം ഇത് എനിക്ക് പ്രയോജനപ്പെടുമോ, ഞാൻ വന്നാൽ എനിക്ക് ഗുണമുണ്ടോ, എനിക്കെന്തെങ്കിലും കിട്ടുമോ. ക്രിസ്തുവിനെ കുറിച്ച് ഈ ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട്. ക്രിസ്തു വാസ്തവത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ? സമാധാനം, സന്തോഷം, ആനന്ദം എന്നിവ നൽകി തരുവാൻ ക്രിസ്തുവിന് കഴിയുമോ? ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ ജീവിതത്തിൽ അർത്ഥവും പ്രത്യാശയും ഉദ്ദേശവും എനിക്ക് ലഭിക്കുമോ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, സഭയിൽ വന്നാൽ എന്ത് കിട്ടും, വചനം പഠിച്ചാൽ എന്ത് കിട്ടും. അതിനും കൊലോസ് ലേഖനം ഉത്തരം പറയുന്നു. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നത്, ശത്രുക്കളായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരെ നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന കൊലോസ് ലേഖനം 22-ൽ പാപികളായ മനുഷ്യരെ, പഴയ മനുഷ്യരെ ദൈവം മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരെ ദൈവം നിർത്തുന്നു. അതാണ് ഏറ്റവും വലിയ നേട്ടം. ദൈവത്തിന് മുമ്പിൽ കുറ്റമില്ലാത്തവരും നിഷ്കളങ്കരുമായി ദൈവം നമ്മളെ നിർത്തുന്നു. കൂടാതെ 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ അവിടെ പറയുന്ന മറ്റൊരു നേട്ടം, നമ്മൾ ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ 2-3 ആഴ്ച എടുക്കും. ആകയാൽ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഇപ്പൊ ക്രിസ്തുവിനെ അറിയുന്നത് ജീവിതത്തിൽ സ്ഥിരത നൽകി തരും. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിളിപ്പീൻ. ജീവിതത്തിന്റെ സ്ഥിരത, ആഴമായി വേരുള്ള ഒരു മരത്തിന്റെ ഉറപ്പ് പോലെ ക്രിസ്തുവിൽ വന്ന ഒരു വ്യക്തിക്ക് ദൈവം തരികയാണ്. ക്രിസ്തുവിൽ വന്നവർക്കെല്ലാം നല്ല ഉറപ്പുള്ളവരാണ്. ആ കൂട്ടായ്മ അനുഭവിക്കുന്നവർക്ക് ആഴത്തിൽ വേര് ആത്മീക തലത്തിൽ ഉള്ളവരാണ്. ക്രിസ്തുവിനെ അറിയുന്ന ജീവിതത്തിന്റെ സ്ഥിരത നൽകിയിട്ട്
അത് നമ്മളെ നന്ദിയുള്ളവരാകാൻ സഹായിക്കും. കൂടാതെ 2-10 വാക്യം കൊലോസ്യ ലേഖനം അവിടെ പറയുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തടയാൻ അവരിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും. നമ്മൾ കണ്ടോ, പുസ്തകത്തിലെ തീം നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക. ദൈവം പറഞ്ഞ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവനിൽ പരിപൂർണമാണ്. കർത്താവ് ചോദിച്ചില്ല, എന്റെ പിന്നാലെ വന്നിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലും കുറവുണ്ടായോ? നമുക്ക് എന്തിൻ്റെങ്കിലും കുറവുണ്ടെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ വന്ന പിഴവ് കൊണ്ടാണ്. കർത്താവ് യേശുവിനെ യഥാർത്ഥമായി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ സന്തോഷത്തോടെ കർത്താവിനെ ജീവിതത്തിൽ എല്ലാറ്റിനേക്കാളും ആരെക്കാളും പ്രധാനമായി കണ്ടിട്ടുള്ളവർക്ക് ദൈവം ഒരു കുറവും വരുത്തില്ല. നമ്മുടെ കുറവെന്ന് കേൾക്കുക സാമ്പത്തികമായ കണക്കുകൂട്ടലാണ്. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഇവിടെ വ്യക്തമായി എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും, കാരണം അവന്റെ കൺട്രോളിലാണ് സകലതും. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ ദൈവാത്മാവ്? ആ യേശുവിൽ വന്നാൽ നിങ്ങൾ കംപ്ലീറ്റ് ആണ്. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. ആ പോയിന്റില് 3 വാക്യത്തിൽ പറയുന്ന കൊലോസ്യ ലേഖനത്തിൽ, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ജീവിതത്തെ സമൂലമായി രൂപാന്തരപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൽ വരുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റില്ല ആ സാന്നിധ്യം. പക്ഷെ ദൈവം പറയുന്നത് നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. കർത്താവ് യേശു പറഞ്ഞത്, പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആകുന്നതുപോലെ നമ്മിൽ വസിക്കുന്ന എല്ലാവരും നമ്മിലാകുന്നതിന്. നമുക്ക് അദൃശ്യമായ ഒരു സ്വർഗീയ സാന്നിധ്യമുണ്ടത് ആണത്. നാം ദൈവത്തിലാണ്, ദൈവം നമ്മുടെ കൂടെയാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ സ്വഭാവത്തെ നോക്കിയേ കാണാം, പെരുമാറ്റത്തെ നോക്കിയേ കാണാം, ബോഡി ലാംഗ്വേജ് നോക്കിയേ കാണാം. നാം അവനിലും അവൻ നമ്മിലും. ഇപ്പൊ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണിത്. അന്നും അങ്ങനെയായിരുന്നു. ഇവിടെ അർത്ഥപൂർണമായ ബന്ധങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അത് കിട്ടുന്നില്ല. കൈപ്പിടിക്ക് പുറത്താണ്. നല്ല ബന്ധം എൻ്റെ ഭാര്യയുമായിട്ട്, എൻ്റെ ഭർത്താവുമായിട്ട്, എൻ്റെ മക്കളുമായിട്ട്, എൻ്റെ അപ്പനുമായിട്ട്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എൻ്റെ തൊഴിലാളികളുമായിട്ട്, എൻ്റെ മുതലാളിയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് നിലനിർത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ജനം. അവിടെ ഇതാ ആ വിഷയം ഈ പുസ്തകം കൈകാര്യം ചെയ്തുകൊണ്ട് 3-4 അധ്യായങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കണം, മാതാപിതാക്കളും കുട്ടികളും എങ്ങനെയായിരിക്കണം, ജോലി ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നതും തമ്മിൽ എങ്ങനെയായിരിക്കണം എന്ന് കൊലോസ്യ ലേഖനം 3-4 പഠിപ്പിക്കുന്നു. ഈ ലേഖനം ഏറ്റവും ആവശ്യമുള്ള ലേഖനമാണ്. ഒറ്റപ്പെട്ടവരും അകന്നുപോയവരും ഒക്കെ നിരാശപ്പെടുന്നവർക്കെല്ലാം പ്രത്യാശ നൽകുന്ന ലേഖനം കൂടിയാണ് കൊലോസ്യ ലേഖനം. അവസാനമായി നമ്മുടെ കാലഘട്ടത്തിന്റെ മറ്റൊരു സ്വഭാവമാണ് പരലോക ശാസ്ത്രം, എസ്കട്ടോളജിക്കൽ. എന്ത് സംഭവിക്കും, ഭാവിയിൽ എന്ത് സംഭവിക്കും, വലിയ ദുരന്തമുണ്ടാകുമോ, മറ്റു വലിയ പ്രളയമുണ്ടാകുമോ, മറ്റൊരു അഗ്നിപർവ്വതം പൊട്ടിക്കേറി ലോകം മുഴുവൻ കത്തിയില്ലാതെ പോകുമോ, എന്താണ് അവസാനം സംഭവിക്കാൻ പോകുന്നത്? അതിനുള്ള മറുപടി കൊലോസ്യ ലേഖനം 1-4 പറയും. ദൈവത്തെ പറഞ്ഞു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ക്രിസ്തു വെളിപ്പെടുന്നു, അതാണ് അവസാനം. ലോകത്തിലെ മറ്റൊരു പ്രകൃതി ദുരന്തങ്ങളല്ല അവസാനം. ഈ ലോകത്തിന്റെ അവസാനം ലോകരക്ഷകനായ, ലോകത്തെ വീണ്ടെടുക്കാനായിട്ട് മനുഷ്യരായി കടന്നു വന്ന കർത്താവ് യേശു വീണ്ടും വരുമ്പോൾ എല്ലാം അവിടെ അവസാനിക്കും. ഈ പുസ്തകം പറയുന്ന വിഷയങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ആവശ്യമായ സന്ദേശം തന്നെയാണ് കൊലോസ്യ ലേഖനം. ഏകദേശം AD 60 നൽകപ്പെട്ട ഈ ലേഖനം എഴുതിയ കാലഘട്ടത്തിലും ആവശ്യമായിരുന്നത്. ഒരു പ്രത്യാശ ഇവിടെ നൽകുകയാണ്. പ്രത്യാശ നൽകുകയാണ്. ഈ ലോകം അവസാനിക്കുന്നത് ന്യൂക്ലിയർ അല്ലെങ്കിൽ ആണവ യുദ്ധത്തിലല്ല, ദുരന്തങ്ങളിലല്ല, പ്രകൃതി ദുരന്തത്തിലല്ല, തേജസ് നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോഴാണ്. സ്വർഗീയവാസികളും ദൂതന്മാർക്ക് ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ പേരിൽ സ്വാധീനമുണ്ടോ? ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിരിക്കണം. ഹെവൻലി ബോഡി, സ്വർഗീയവാസികൾക്ക് ദൂതന്മാർക്ക് ഭൂമിയിൽ ജീവിക്കുന്നവരുടെ സ്വാധീനമുണ്ടോ? കൊലോസ്യ ലേഖനം കൈകാര്യം ചെയ്ത് ദൂതന്മാരെ ആരാധിക്കുന്ന ഒരു കൂട്ടരെ കാണാം, ആത്മാക്കളെ ആരാധിക്കുന്ന കൂട്ടരെ കാണാം. കോടിക്കണക്കിന് മനുഷ്യർ ദിവസവും ജ്യോതിഷവും കൈരേഖ ശാസ്ത്രവും നക്ഷത്രഫലങ്ങളും അനുസരിച്ച് ജീവിതം ജീവിക്കുന്നവരാണ്. അവർ പറയും, ഉണ്ട് ഉണ്ട് ഉണ്ട്, എന്റെ നക്ഷത്രം അനുസരിച്ചാണ് ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുക. ഇത് നല്ല കാലമല്ല, ഇത് നല്ല സമയമല്ല, ഇത് തെറ്റായ കാലമാണ്, മോശമായ കാലമാണ്, ഗുളികനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ദിനംതോറും പ്രസിദ്ധീകരിക്കുന്ന 2000-ൽ പരം ന്യൂസ് പേപ്പറുകൾ, അതിൽ 75% ദിവസവും നക്ഷത്രഫലം കാണാം. ഓരോരുത്തർ ജനിച്ച ജന്മനക്ഷത്രം അനുസരിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കും? മിക്ക ചാനലുകൾ അതിരാവിലെ കേൾക്കാം. അതിന് ഉത്തരം ഈ പുസ്തകം നൽകും. മറ്റൊരു ചോദ്യം, ഭക്ഷണ രീതിയും ആത്മീയ ജീവിതം തമ്മിൽ ബന്ധമുണ്ടോ? നിന്റെ ഭക്ഷണ രീതിയും ആത്മീയ ജീവിതം തമ്മിൽ ബന്ധമുണ്ടോ? അതിന് ഉത്തരം ഈ പുസ്തകം നൽകും. ദൈവം നമ്മുടെ മനസ്സോട് ഓരോ സമയത്ത് സംസാരിക്കുകയാണോ, വചനത്തോട് സംസാരിക്കുകയാണോ? അതിന് ഈ പുസ്തകം ഉത്തരം നൽകും. ഇന്ന് നമ്മുടെ ചുറ്റും കേൾക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇവയെല്ലാം. ഇവ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പ്രതിപാദിക്കുകയാണ്.
ഇപ്പം പറഞ്ഞു AD 60, ഏകദേശം കൃത്യമായിട്ട് കണക്ക് ഡേറ്റ് കിട്ടാൻ പറ്റില്ല, ഏകദേശം AD 60 എഴുതപ്പെട്ട പുസ്തകം എപ്രകാരം ആവശ്യമായിരുന്നുവോ അത്രയും അതിലധികവും ഇന്ന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ 3 പട്ടണങ്ങളാണ് സമീപത്ത്, എഫെസോസിന്റെ സമീപത്തുള്ള 3 പട്ടണങ്ങളിൽ ലവോദിക്ക, ഹീരപ്പോലീസ് പട്ടണത്തോടൊപ്പം കൊലോസ്യ പട്ടണം. 4-ാം അധ്യായത്തിന്റെ 13-16 വാക്യങ്ങളിൽ ആ പേരുകൾ നമുക്ക് കേൾക്കാം. നിങ്ങൾക്കും ലോദിക്കാർക്കും ഹീരപ്പോലിക്കാർക്കും വേണ്ടി അവർ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളത് ഞാൻ സാക്ഷി. എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലുവോദിക്കക്കാർക്കും ഹീരപ്പോലിക്കാർക്കും വേണ്ടി. അതിന്റെ 16-ാം വാക്യം വീണ്ടും ആ പേര് കാണാം. നിങ്ങളുടെ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലുവോദിക്ക സഭയിൽ കൂടി വായിക്കുകയും ലുവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങൾ വായിക്കുകയും ചെയ്യും. അത് ഏത് ലേഖനമാണ് നമ്മൾ പിന്നീട് പഠനത്തിൽ നമ്മൾ പരാമർശിക്കും. ഇന്ന് വ്യക്തമായി ആർക്കും അത് അറിയില്ല ഏത് ലേഖനമായിരിക്കാം. ഇപ്പൊ ഈ 3 പട്ടണങ്ങൾ അടുത്തടുത്ത് ഏകദേശം 100 മൈൽ, ഏഷ്യ മൈനറിൽ 100 മൈൽ, നമ്മുടെ പുസ്തകത്തിലെ പടം നമുക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ല. 100 മൈൽ അടുത്ത വിസ്തീർണത്തിനുള്ളിൽ കിടക്കുന്ന അടുത്തടുത്ത് കിടക്കുന്ന 3 പട്ടണങ്ങളാണ് ഈ 3 പട്ടണം. ഒരു കാലത്ത് ഒരു വലിയ സുപ്രധാനമായ ഒരു വ്യവസായ പാത ഇതിലൂടെ 3 പട്ടണങ്ങളെ ബന്ധപ്പെടുത്തിയാണ് കടന്നുപോയത്. ഒരിക്കലും വളരെയധികം പുരോഗതി കൈവരിച്ച പട്ടണങ്ങളായിരുന്നു ഈ 3 പട്ടണങ്ങൾ. പക്ഷെ താമസിയാതെ കൊലോസ്യ പട്ടണം കുറച്ചുകൂടെ താഴേക്ക് വന്നു, വേറൊരു ടൗണായിട്ട് മാറും. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ പഠനം അവസാനിപ്പിക്കുമ്പോൾ, ആമുഖമായുള്ള ഈ പഠനം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു താരതമ്യം നടത്താൻ പോവുകയാണ്. എഫേസ് ലേഖനവും കൊലോസ് ലേഖനവും തമ്മിൽ 16 വിഷയങ്ങളിൽ 2 പുസ്തകങ്ങൾ ഒരുമിച്ച് കാണാം. എഫേസ് ലേഖനവും കൊലോസ് ലേഖനവും അത് തമ്മിലുള്ള താരതമ്യം, അത് ഈ 2 പുസ്തകത്തിലും ചില വിഷയങ്ങൾ 2 പുസ്തകത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെ അന്നത്തെ കാലത്തെ ദൈവമക്കളുടെ അവസ്ഥകളെ കാണിച്ചു തരുന്നതാണ്. ഓരോ ലേഖനം നമ്മൾ പഠിക്കുമ്പോഴും എഴുതപ്പെട്ട കാലഘട്ടത്തിൽ ആ കൂട്ടായ്മയുടെ അവസ്ഥ, ആവശ്യം, ചോദ്യം, പ്രശ്നമൊക്കെ നമ്മളെ കാണിച്ചിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റിലുമുണ്ട്. സഭാപ്രസംഗി പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പുതിയ പ്രശ്നമല്ല, പണ്ടത്തെ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കാറ്റ് പണ്ടുണ്ടായിരുന്ന കാറ്റ് തന്നെയാണ്. നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ വ്യക്തമായി കണ്ടു. ഭൂമിയുടെ വെള്ളത്തെ അളന്നവൻ, മണ്ണിനെ തുലാസി തൂക്കിയവൻ, കുന്നുകളുടെ പരിമാണം എടുത്തവൻ. എന്താണ് അതിന്റെ അർത്ഥം? ഈ ഭൂമി നിൽക്കുന്നത് ശൂന്യതയിലാണ്. ഒരു പന്ത് ഈ ശൂന്യതയിൽ നിന്നാൽ എങ്ങനെ നിൽക്കും? നിൽക്കില്ല, താഴോട്ട് പോയി. പക്ഷെ ഭൂമി അവിടെ നിൽക്കുന്നു. ഭൂമിയിലെ വെള്ളത്തിന്റെ അളവ്, മണ്ണിന്റെ അളവ്, കല്ലിന്റെ അളവ്, ഇതെല്ലാം കൃത്യമായി അളന്നു വെച്ചിരിക്കുകയാണ്. വെള്ളത്തെ തന്റെ ഉള്ളം കയ്യിൽ അളന്നവൻ, കുന്നുകളുടെ പരിമാണം, പൊക്കവും ഉയരവും അതിലടങ്ങുന്ന മണ്ണിന്റെ ഘനവും അളന്നവൻ, പൊടിയെ നാഴിയിൽ തൂക്കിയവൻ. ഭൂമി ഇപ്രകാരം ശൂന്യതയിൽ നിൽക്കാൻ അകത്ത് ചില സംവിധാനങ്ങളുണ്ട്. ഭൂമിയുടെ കോർ തിളച്ചു മറിയുന്ന ലാവ പോലെ. ആ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഭൂമിയിലെ മണ്ണ് ഇവിടുന്ന് കോരി അവിടെ ഇട്ടാലും, ആ വെള്ളം കോരി ഇവിടെ ഇട്ടാലും ഭൂമിയിലുള്ള വെള്ളം അവിടെ തന്നെയുണ്ട്, അല്ലെങ്കിൽ മണ്ണ് അവിടെ തന്നെയുണ്ട്. അതിന് മാറ്റം വരില്ല. അത് അളന്നത് ഒരേ ഒരാളാണ്. യെശയ്യാ 42 കണ്ടുണ്ടത്. അതാ ദൈവം. ഈ ഭൂമിയിലെ മണ്ണും വെള്ളവും എല്ലാം, കുന്നുകളും എല്ലാം തുലാസി തൂക്കി നോക്കിയ ദൈവം. കൃത്യമായ അളവ്, കൃത്യമായ തൂക്കം ഭൂമിയെക്കുറിച്ച് ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് അതവിടെ നിൽക്കുന്നത്. പുറത്തുനിന്ന് ഏതെങ്കിലും ഇടത്ത് മണ്ണുകൊണ്ടിട്ട് ചിലപ്പോൾ പോയതായിട്ട് വരും എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഇടാൻ പറ്റില്ല, ഇടാൻ സാധിക്കില്ല, അവിടെ വേറെ എടുത്ത് മണ്ണൊന്നുമില്ല. അപ്പൊ ദൈവമാണെന്ന് മനസ്സിലാക്കണം. ദൈവത്തെ നമ്മൾ കാണുന്ന ചില സത്യങ്ങളുണ്ട്, ശാസ്ത്രലോകം ഞെട്ടിപ്പോകുന്ന സത്യങ്ങൾ, ദൈവത്തെ നിഷേധിക്കുന്ന മണ്ടന്മാരെ വെല്ലുവിളിക്കുന്ന സത്യങ്ങൾ. ഇപ്പൊ ഈ എഫേസ് ലേഖനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ കൊലോസ് ലേഖനത്തിൽ പറയുന്നത്. ആദ്യം കൊലോസ് ലേഖനമാണ്, പിന്നീട് എഫേസ് ലേഖനം. ഒന്നാമത് ദൈവമക്കൾക്ക് ഉള്ളിൽ ആവശ്യമായ ബലത്തെ സംബന്ധിച്ച് 1:11 കൊലോസ് ലേഖനം പറയും. ദൈവവൈതലിന് ബലം വേണ്ടത് ഉള്ളിലാണ്. കൊലോസ് 1:15 പറയുന്നത് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണം. ഇവിടെ ഉള്ളിൽ ബലപ്പെടണമെന്ന് 1:15 കൊലോസ് ലേഖനത്തിൽ പറയുന്നത് തന്നെയാണ് എഫേസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. നമ്മളെല്ലാം ഇന്ന് വായിച്ചില്ലെങ്കിൽ ചിലത് വായിച്ചു തന്നെ പോകേണ്ടതുള്ളത് കൊണ്ട് വായിച്ചു പോവുകയാണ്. എഫേസ് ലേഖനം 3:15 ഇതുപോലെ വായിച്ചു കേൾക്കുമ്പോൾ നമ്മൾ ഈ അനുഭവത്തിലാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എഫേസ് 3:16 അവൻ തന്റെ മഹത്വത്തിന്റെ തലത്തിൽ ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ഇപ്പൊ അകത്തെ മനുഷ്യരാണ് ബലം വേണ്ടത്. അതിന് ദൈവവചനവും പ്രാർത്ഥനാ ജീവിതമാണ് വേണ്ടത്. അകത്തെ മനുഷ്യന് ബലമില്ലാതെ ജീവിതത്തിൽ പുറത്ത് നേരിടുന്ന ഒന്നിനെ നേരിടാൻ പറ്റില്ല.
പുറത്ത് നേരിടുന്ന ഏത് അവസ്ഥകളെ നേരിടണമെങ്കിൽ അകത്ത് ബലം വേണം, ഉൾക്കരുത്ത് വേണം. അത് കൊലോസ്യലേഖനം 1:11, എഫേസ്യർ 3:16. 2 കൊലോസ്യലേഖനം 1:18 നമുക്ക് അറിയാവുന്നതാണ്, വായിക്കണമെന്നില്ല. ക്രിസ്തുവാണ് സഭയുടെ തല എന്ന് കൊലോസ്യർ 1:18 പറയും. അത് എഫേസ്യർ 1:22-23 പറയും. കൊലോസ്യർ 1:19 ക്രിസ്തു സകലത്തിലും മുമ്പനെന്ന് പറയും. എഫേസ്യർ 1:20-22 അത് ക്രിസ്തു എല്ലാത്തിലും മുമ്പനാണ്, സർവാധികാരിയാണെന്ന് പറയും. ക്രിസ്തുവിൽ ദൈവസമ്പൂർണ്ണ വസിക്കുന്നുവെന്ന് കൊലോസ്യർ 1:19 നമുക്ക് കേൾക്കാം. കൊലോസ്യർ 1:19 പറയുന്നത് അവനിൽ അവനിലാണ് സമ്പൂർണത. അതുകൊണ്ടാണ് അവനിലുള്ളവർ പരിപൂർണരാകുന്നത്. ക്രിസ്തുവിനെ വേണ്ട, വേറെ എന്തെങ്കിലും കൂടെ വേണമെന്ന് പറഞ്ഞവർക്ക് ഒന്നും പൂർണ്ണത കിട്ടില്ല. അവനിലാണ് സർവ്വസമ്പൂർണ്ണത വസിക്കുന്നത്. കൊലോസ്യർ 1:19 അത് എഫേസ്യർ 1:23 അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എഫേസ്യർ ലേഖനം 1-23 വാക്യത്തിൽ എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരമായ സഭ, എല്ലാത്തിന്റെ നിറവ് ക്രിസ്തുവാണ്. 5 ദൈവജനത്തെ ദൈവത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരെ നിർത്തുന്നതിന് ശുദ്ധീകരണം നടത്തുന്നവനാണ് ക്രിസ്തു എന്ന് കൊലോസ്യർ 1:21-22. കൊലോസ്യർ 1 ആദ്യം നമ്പറുകൾ വിടാതെ നോക്കിയിട്ട് എഴുതിയിട്ടാൽ മതി, പോയിന്റുകൾ വീട്ടിൽ പോയാലും കണ്ടുപിടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. കൊലോസ്യർ 1:21-22 ദൈവജനത്തെ കർത്താവ് വിശുദ്ധീകരണം നടത്തുന്നു. എന്തിന്? തന്റെ മുമ്പിൽ നിഷ്കളങ്കരും കളങ്കമില്ലാത്തവർ നിർത്താനായിട്ട്. അത് കൊലോസ്യർ 1:21-22 എഫേസ്യർ 5:25-27 വരെയുണ്ട്. 6 കൊലോസ്യർ 1-26-27 വാക്യങ്ങളിൽ, കൊലോസ്യർ 1:26-27 വാക്യങ്ങളിൽ പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവരുടെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് കൊലോസ്യർ 1:26-27 എഫേസ്യ ലേഖനം 3-6 വാക്യങ്ങളിലുണ്ട്. 7 വിശ്വാസത്താൽ സ്നാനം സ്വീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് കൊലോസ്യർ 2:12-13 പറയുമ്പോൾ, അതായത് സ്നാനം സ്വീകരിച്ചവർ വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് കൊലോസ്യർ ലേഖനം 2-13 വാക്യങ്ങളിൽ പറയുന്നത് എഫേസ്യർ 5:26 കാണാം. ക്രിസ്തുവിന്റെ മണവാട്ടിയെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച്. 8 ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റ ഫലമായി പുതുജീവൻ അവനോടുകൂടി ജീവിക്കുന്നതിന്റെ ഫലമായി കിട്ടുന്നുവെന്ന് കൊലോസ്യർ 2:13. കർത്താവ് യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ, ക്രിസ്തുവിനോട് കൂടി നമ്മൾ ഉയർക്കുമ്പോൾ അവിടെ നമ്മൾ ജീവിക്കുന്നതിന്റെ ഫലമായി പുതിയ ജീവൻ കിട്ടുമെന്നത് 2:13, 3:1 കാണും. ആകെ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ കൊലോസ്യർ ലേഖനമാണ് ആദ്യം പറയുന്നത്. അത് എഫേസ്യർ ലേഖനം 2-5-6 വാക്യങ്ങളിൽ കാണാം. എഫേസ്യർ 2:5-6 വാക്യങ്ങൾ. 9 ന്യായപ്രമാണം നീക്കം ചെയ്യപ്പെട്ട് ക്രൂസിൽ എന്ന് കൊലോസ്യർ 2:14 പറയുന്നത് അതേ വാക്യമാണ് എഫേസ്യർ 2:14-15. ഇപ്പൊ ദൈവനം ആത്മാവ് പറയുന്ന സത്യം പുസ്തകമനുസരിച്ച് മാറുന്നില്ല, സ്ഥലമനുസരിച്ച് മാറുന്നില്ല. എല്ലായിടത്തും പറയുന്ന ഒരേ സത്യം തന്നെയാണ്. പുതിയ ഉടമ്പടി വന്നിരിക്കുന്നു. അപ്പൊ പഴയ ഉടമ്പടി നീക്കം ചെയ്യപ്പെട്ടു. പുതിയ ഉടമ്പടിയുടെ കീഴിൽ പ്രത്യേക മത ദിവസങ്ങളുടെ ആവശ്യങ്ങളില്ല എന്ന് കൊലോസ്യർ 2 പറയുന്നത്. ഇന്ന ദിവസങ്ങളുടെ പ്രാധാന്യം കൊടുക്കരുത് എന്ന്. ആഴ്ചയുടെ 1 കുറിച്ച് അല്ല, മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ, സബത്തുനാൾ, പെരുന്നാൾ, വാവ് സംബന്ധിച്ച് കൊലോസ്യർ 2:16 പറയുന്നു. അത് ഗലാത്യ ലേഖനത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്ന 4-10 വാക്യം. ദിവസങ്ങൾ ആചരിക്കരുത്. 11 ദൈവമക്കൾ തലയെ മുറുകെ പിടിക്കണം, തലയാണ് ക്രിസ്തു എന്ന് തെറ്റിപ്പോകരുതെന്ന് കൊലോസ്യർ ലേഖനം 2:18-20 പറയുന്നത് എഫേസ്യർ ലേഖനം 4:13-15 വരെ. തലയെ മുറുകെ പിടിക്കണം, വിരുദ്ധ തെറ്റിക്കരുത്. കൊലോസ്യർ 2:18-20 വരെ, എഫേസ്യർ 4:13-15 വരെ. 12 തലയാകുന്ന ക്രിസ്തുവിൽ നിന്ന് സഹായം സ്വീകരിച്ച് ശരീരത്തിലെ ഓരോ അവയവങ്ങളും വളർച്ച പ്രാപിക്കണം. ശരീരത്തിൽ കർത്താവിന്റെ ശരീരമായ സഭയിലെ ഓരോ അവയവങ്ങൾക്കും വളർച്ച പ്രാപിക്കണമെങ്കിൽ തലയോടുള്ള ബന്ധം കൃത്യമായിരിക്കണം, വ്യക്തമായിരിക്കണം. തല ക്രിസ്തുവാണ്. അത് കൊലോസ്യർ ലേഖനം 2:19, എഫേസ്യർ 4:16. 13 പുതുതായി ജനിച്ചവർ തിന്മയുടെ പഴയ മനുഷ്യരെ ഉപേക്ഷിച്ച് പുതുമനുഷ്യരെ ധരിക്കണം. പഴയ മനുഷ്യരെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യരെ ധരിക്കണമെന്ന് കൊലോസ്യർ ലേഖനം 3:8-14 വരെ പറയുന്നത് എഫേസ്യർ ലേഖനം 4-22-23 ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യരെ ഉപേക്ഷിക്കണമെന്ന് എഫേസ്യർ 4:22-26 വരെ കാണാം. 14 ദൈവമക്കൾ ഒരു ശരീരമായി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് കൊലോസ്യർ 3:15 കാണാം. വായിച്ച് കേൾപ്പിക്കാം. കൊലോസ്യർ 3:15 ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരുമായിരിക്കും. ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതി കൊലോസ്യർ 3:15, എഫേസ്യർ 4:4 ഒരു ശരീരം എന്നവിടെ കാണാം. 15
ദൈവത്തെ എപ്രകാരം സ്തുതിക്കണം എന്നുള്ളത് കൊലോസ്യർ 3:16 പറയും. അവിടെ പറയുന്ന കൊലോസ്യർ 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ചില ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടി നിങ്ങളെ വസിക്കട്ടെ എന്ന് കൊലോസ്യർ 3:16. ഇത് എഫേസ്യർ 5:19 എഫേസ്യ ലേഖനം 5:19 പറയുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയം കർത്താവിന് പാടി. ഒരു അധ്യായത്തിൽ മാത്രം, ഒരു പുസ്തകത്തിൽ മാത്രമുള്ള ഒരു തെറ്റല്ലാതെ അതൊരു സത്യമാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3:16, എഫേസ്യർ 5:19. അവസാനമായിട്ട് ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, യജമാനന്മാർ, ദാസന്മാർ ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊലോസ്യർ 3:15 മുതൽ 4:1 വരെ, 3:15 മുതൽ 4:1 വരെ കൊലോസ്യ ലേഖനത്തിലുള്ളത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23 മുതൽ 6:9 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. അപ്പോൾ ഉത്തരവാദിത്വം, നല്ല ബന്ധം സ്ഥാപിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ, ഭാര്യ-ഭർത്തൃബന്ധം, ഭർത്തൃ-ഭാര്യ-ബന്ധം, കുട്ടികളെ അപ്പൻ മക്കൾ കുട്ടികൾ തുടങ്ങിയ ബന്ധം, യജമാനൻ ദാസന്മാർ തുടങ്ങിയ ബന്ധം. ഇതിന്റെ നിർദ്ദേശങ്ങൾ കൊലോസ്യർ 3:18 മുതൽ 4:1 വരെ, എഫേസ്യ ലേഖനം 5:23 6:9 വരെ. ഇപ്പം കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ചിന്ത മറക്കരുത്, ക്രിസ്തുവിൽ നമ്മെ പരിപൂർണരാക്കുകയാണ്. ദൈവത്തിലെ സർവ്വസമ്പൂർണതയും ദേഹരൂപം വസിക്കുന്നു. ദൈവത്തിലെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് ദൈവത്തിലെ സർവ്വസമ്പൂർണതയും ഒരു ദേഹത്തിനകത്തേക്ക് ഒതുക്കി നിർത്തിയത് തന്റെ പുത്രനായ ക്രിസ്തു യേശു നമ്മളെ ആ ശരീരത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവം നിങ്ങളിപ്പോൾ പൂർണ്ണരാണ്. ക്രിസ്തുവിൽ വന്നവർക്ക് ഒരു കുറവും ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് വേണ്ടതെല്ലാം ദൈവം നൽകി തരും. അതിനാണ് നമ്മെ ക്രിസ്തുവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കുറവ് പക്ഷെ ആ കാഴ്ചയോട് നാം പിന്തുടരും. ക്രിസ്തുവിൽ നമ്മൾ അനുഗമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്താണോ നിയന്ത്രണം, പരിപാലനം, സഹായം, ആശ്വാസം, ശക്തി, ഉൾക്കരുത്ത് വേണ്ടത് അത് നമുക്ക് തന്നിരിക്കുന്ന നാം കാരണം ക്രിസ്തുവിനാണ്. അപ്പോൾ ഈ പുസ്തകം വളരെ പ്രധാനമാണ്. ക്രിസ്തുവിനെ അടുത്തറിയാൻ, ക്രിസ്തുവിൻ്റെ ഔന്നിത്യത്തെ അറിയാൻ ആവശ്യമാണ്. അതിലേക്കാണ് നമ്മൾ ഈ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ആമുഖം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ പറഞ്ഞു. പുസ്തകത്തിന് അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ പുറത്തിങ്ങനെ എടുത്ത് പറയുമ്പോൾ അകത്തുള്ളത് പഠിച്ച് വായിച്ചിട്ടില്ലെങ്കിൽ പുറത്ത് ഈ പറയുന്നത് ബുദ്ധിമുട്ട് വരും. എങ്കിൽ ഇത് അറിയണം. ഇതിൻ്റെ വിശകലനമാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനിയുള്ള പഠനങ്ങളിൽ എന്താണ് കൊലോസ്യ ലേഖനത്തിലെ വിഷയമെന്ന് നമ്മൾ കാണും. എന്താണ് അവിടുത്തെയുള്ള പ്രശ്നം, എന്തുകൊണ്ടാണ് ദൂതന്മാരെ ആരാധിക്കുന്നതിനെക്കുറിച്ചും തലയെ മുറുകെ പിടിക്കണമെന്നുള്ളതിനെക്കുറിച്ചും ദിവസങ്ങളുടെ പുറകെ പോകരുതെന്നും ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണ്, എന്താണ് കൊലോസ്യ സഭയെ സ്വാധീനിച്ച വിഷയങ്ങൾ എന്താണ്, എന്തൊക്കെ തരത്തിലുള്ള ദുരുപദേശങ്ങളാണ് അവരെ വഴിതെറ്റിക്ക് അവിടെ ചുറ്റുമുണ്ടായിരുന്നത്, വിരുത് തെറ്റിക്കരുത്, തെറ്റിപ്പോകരുത്, വഞ്ചിക്കപ്പെടരുതെന്നൊക്കെ അവരോട് പറയാൻ കാരണം എന്താണ് എന്നൊക്കെ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന. അതുകൊണ്ട് അടുത്ത ആഴ്ചയ്ക്ക് മുമ്പ് ഈ പുസ്തകം ഒരു തവണയെങ്കിലും വായിക്കുക. നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു തവണയെങ്കിലും വായിക്കുക. എന്നിട്ട് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും ഈ വിഷയം നമുക്ക് കേൾക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് അനുഗ്രഹമായി മാറും. ക്രിസ്തുവിൽ കടന്നു വന്ന ഒരാൾ പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കില്ല. അപ്പം തന്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ക്രിസ്തുവിൽ സമ്പന്നമായി ദൈവം നമുക്ക് നൽകുകയാണ്. ഒരു ദിവസം ഞങ്ങൾ അവനെ അറിയിക്കുന്നതിന് എന്തിനാണ് 1:28 വാക്യം നമ്മൾ കേട്ടു. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യരെയും. ക്രിസ്ത്യ ജീവിതം എല്ലാവർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ളവർക്കും കുലീനന്മാർക്കും വേണ്ടി മാത്രമുള്ളതല്ല. ഒരു വ്യത്യാസം ദൈവം വെച്ചിട്ടില്ല ക്രിസ്തുവിൽ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനെ. അപ്പോൾ അവനെ അറിയിക്കുക. അപ്പോൾ അവനെ അറിയുന്നതാണ് ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കാനുള്ള മാർഗം. അവനെ അറിയണം. മറ്റെന്തെല്ലാം കാര്യങ്ങൾ അറിയാനാണ് ഓടി നടക്കുന്നത്? യേശുവിനെ അറിയാൻ ശ്രമിക്കുക. ദൈവം നമ്മളെ ക്രിസ്തു തികഞ്ഞവനെ നിർത്തും. ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുക, ഏത് മനുഷ്യരോട് സകലജ്ഞാനത്തിലൂടെ ഉപദേശിക്കുകയും ചെയ്യും. അതിനാൽ ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നതിൻ്റെ വ്യാപാര ശക്തി കിട്ടോണം പോരാടിക്കൊണ്ടെത്തുന്നു. ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. കാരണം അതാണ് അവരുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത. വേറെ എത്ര പൈസ കൊടുത്താലും എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും അവരൊരിക്കലും തൃപ്തരായില്ല. അത് തീരുമ്പോൾ വീണ്ടും കഴിഞ്ഞു. ക്രിസ്തുവിനെ കൊടുക്കുക. വിശക്കുന്ന മനുഷ്യന് എല്ലാ ദിവസവും മീൻ കൊടുക്കുന്നതിന് പകരം അവനെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക. അവൻ ക്രിസ്തുവില്ലാതെ അനുഭവിക്കും, സംതൃപ്തനാണ്. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാൻ അടുത്ത പഠനം ആമുഖ പഠനങ്ങൾ 2-3 ക്ലാസ്സുകൾ ഉണ്ടാകും. അത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയാലും നമ്മൾ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെ ലളിതമായി ആമുഖ പഠനങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ജോസഫ് ചുരുക്കമായി ഒരുപാട്